മുൻകൂർ ജാമ്യം അതത്ര എളുപ്പത്തിൽ ലഭിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ലല്ലോ. അത്രയും ഗുരുതരമായ വകുപ്പുകളാണ് പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. മാത്രവുമല്ല ഈ അതിജീവിതയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഡോക്ടറുടെ ഉൾപ്പെടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണല്ലോ അന്വേഷണ സംഘമുള്ളത്. തീർച്ചയായും മുൻകൂർ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് രാഹുലിന് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അത് ബലാത്സംഗ വകുപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധിതമായി അബോർഷൻ ചെയ്യുക, അത് നിർബന്ധിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അത് രണ്ടും ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ്. കാരണം ഈ അബോർഷൻ നിർബന്ധിക്കുക എന്ന് പറയുന്നത് 10 വർഷം മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത് മുൻകൂർ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന യുവതിയുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ശേഖരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ചില തെളിവുകൾ കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഇത് കോടതി ഗൗരവത്തോടുകൂടി പരിഗണിക്കും. കാരണം ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അത് വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവത്തോടെ എടുക്കും. പക്ഷേ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും അതോടൊപ്പം തന്നെ കേസും ഗൗരവമുള്ളതിനായതിനാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ കേസിൽ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനെന്ന്. ബുധനാഴ്ചയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ് മാധ്യമങ്ങൾ പറയുന്നത്. വളരെ ദുഷ്കരമാണ്, വളരെ ബുദ്ധിമുട്ടാണ് മുൻകൂർ ജാമ്യം ലഭിക്കാൻ എന്നാണ് പറയുന്നത്. അതിന് അവർ അങ്ങനെ പറയുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ മൊഴികൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചാർജ് ഷീറ്റാണ്, ഒരു FIR ആണ്, ഈ പറയുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ആ വകുപ്പുകൾ അനുസരിച്ചാണ് ഈ പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് ആലോചിക്കേണ്ടത്? ഇവിടെ അതിജീവിത അവരുടെ ഭാഗം പറഞ്ഞു, ഇനി പറയാനുള്ളത് രാഹുലിന്റെ ഭാഗമാണ്. അത് വക്കീൽ പറയും ബുധനാഴ്ച. മനസ്സിലായില്ലേ? അത് പറയുക മാത്രമല്ല, തെളിയിക്കുകയും ചെയ്യും. അതിനുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോ പുഷ്പം പോലെ ജാമ്യം ലഭിക്കുമെന്നുള്ള കാര്യത്തില് നിങ്ങൾക്ക് ആർക്കും അത്തരത്തില് നിങ്ങളെല്ലാവരും വലിയ ആകുലതയിലാണ്. കാരണം രാഹുലിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പടച്ചു കൊണ്ടുവന്ന ഈ പറയുന്ന കൂമ്പാരം, പച്ചനുണകളുടെ കൂമ്പാരം ഒക്കെ പാടെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ഊതി വീർപ്പിച്ച ബലൂൺ, വളരെ പാടുപെട്ട് ഊതി വീർപ്പിച്ച് വലുതാക്കിയ ബലൂൺ പെട്ടെന്ന് അങ്ങ് പൊട്ടി തകർന്നു കഴിഞ്ഞാല് അത് ഊതിയ ആളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മനോവേശമം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാകും. മാപ്രകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും രാഹുൽ മുൻകൂർ ജാമ്യം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഈ പറയുന്ന അതിജീവിത പറഞ്ഞ എല്ലാ മൊഴികളെയും കൗണ്ടർ ചെയ്യുവാനും തെളിവുകൾ ഹാജരാക്കുവാനും രാഹുലിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ നിജസ്ഥിതി എന്ന് പറയുന്നത്. കോടതിയിലെത്തിയാൽ കോടതിക്ക് ഈ തെളിവുകളും ഈ പറയുന്ന നിയമത്തിന്റെ പിൻബലവും എങ്ങോട്ടാണോ നിൽക്കുന്നത് അവിടെ മാത്രമേ കോടതിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ വാർത്തകൾ പടച്ചുവിടുന്നുണ്ടായിരിക്കാം. വാർത്തകളല്ല കോടതിയുടെ പരിഗണനാ വിഷയം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ അതിനനുസരിച്ച് വാർത്ത കൊടുക്കണോ വേണ്ടയോ ഒക്കെ നിങ്ങളുടെ തീരുമാനമാണ്. രാഹുലിന് എന്താണെങ്കിലും ബുധനാഴ്ച ഈ ജാമ്യം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കാൻ എന്താ തോക്കിൻ മുലയിൽ നിർത്തിക്കൊണ്ടാണോ, ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ടാണോ രാഹുൽ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? അല്ലല്ലോ. അപ്പോ അതൊക്കെ അവർ സ്വമേധയാ ചെയ്തതാണ് എന്നുള്ളത് തെളിയിക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുകളോ പാടുകളോ ഒന്നും ആർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം രാഹുല് വീഴണം എന്ന് മാത്രമല്ല, വീണടത്ത് നിന്ന് എഴുന്നേൽക്കരുത് എന്ന് നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അത് വെറും ആഗ്രഹമായിട്ട്, ചിലരുടെയൊക്കെ ആഗ്രഹമായിട്ട് അത് അവിടെ അവസാനിക്കുകയും ചെയ്യും. കാരണം എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്നത് അത് അങ്ങനെ ഒരു പ്രകൃതി നിയമമില്ല, ഒരു നാച്ചുറൽ ലോ അങ്ങനെ ഇല്ല. എല്ലാവരും പലതും ആഗ്രഹിക്കും. ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കാതെ പോകും. അങ്ങനെ ഇതിനെ കാണേണ്ടതുള്ളൂ. ഓക്കെ. അപ്പോ നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളിപ്പോ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാല് ഈ പറയുന്ന അവതാരക ജഡ്ജിയും ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ, അത് കോടതിയും ഈ റിപ്പോർട്ടർ
അതിലെ പ്രോസിക്യൂഷന്റെ വക്കീലുമായിട്ടാണ് നമുക്ക് മനസ്സിലാകുക അല്ലേ? കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇതൊന്നുമല്ല പരിഗണനാ വിഷയം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ആ ഒരു സാമാന്യ ബോധ്യമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇന്നലെ എവിടെയോ ആരോ പറയുന്നത് കേട്ടു കോടതിയുടെ പരിഗണനയിൽ ഇതൊന്നും ഉണ്ടാകില്ല എന്ന്. പിന്നെ കോടതിയുടെ പരിഗണനയിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? ഇതെന്തിനാ ഇത്തരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ പറയുന്ന വിവാഹത്തിന്റെ കാര്യം, ആ വിവാഹം കഴിഞ്ഞും അവർ ഈ പറയുന്നത് പോലെ അതിജീവിത പറഞ്ഞതുപോലെ 4 ദിവസം മാത്രമല്ല വൈവാഹിക ജീവിതം നീണ്ടു നിന്നത് എന്നുള്ള കാര്യമൊക്കെ രാഹുൽ സമർത്ഥിക്കുവാനുള്ള തെളിവുകൾ രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നിർബന്ധിച്ചു ഗർഭഛിദ്രം നടത്തി എന്ന് പറയുന്ന ആ കാര്യം, അതും അങ്ങനെയല്ല എന്നുള്ളതിനുള്ള തെളിവുകളും രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട്. രാഹുൽ സീൽഡ് കവറിൽ കൊണ്ടുചെന്ന് കൊടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾ ഇത്രയധികം വലിയ മൈക്കും ഇതൊക്കെ ക്യാമറയൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ സാമാന്യ ബുദ്ധി അത്തരത്തിലേക്ക് മാറുന്നില്ലേ? നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ കണ്ടിട്ട് ആ വാർത്തകളിൽ നിന്ന് ആ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് വായിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. വാർത്തകൾക്ക് അപ്പുറത്തേക്ക് വായിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സാധിക്കുന്നുണ്ട്. അവരത് വായിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവർ അത് പ്രതികരിക്കുന്നുണ്ട്. അവരുടെ ചിന്തകൾ ആർക്കും വിലക്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാ. ഇനി ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോ ഈ പറയുന്ന ചാർജുകളും ഈ പറയുന്ന സെക്ഷനുകളും ഒക്കെ എഴുതി ചേർത്തിരിക്കുന്നത് ഈ അതിജീവിതം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ആണ്. അപ്പോ അതിന് കൗണ്ടർ ആയിക്കൊണ്ട് രാഹുൽ മുൻകൂർ ജാമ്യത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, അതൊക്കെ സ്ഥിരീകരിക്കാൻ, രാഹുൽ പറയുന്ന കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാനുള്ള തെളിവുകളും രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോ ഈ തെളിവുകളൊക്കെ പരിശോധിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ, നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ കേസ് ഇവിടെ തീരുമെന്നുള്ളതാണ്. കാരണം ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ പറഞ്ഞ മൊഴികൾക്ക് അടിസ്ഥാനമാക്കിയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന മൊഴിയും ഈ ചുമത്തിയ വകുപ്പുകളും നിലനിൽക്കില്ലെങ്കിൽ മാത്രമേ രാഹുലിന് ജാമ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ഇവിടെ തീരും. കാരണം ഈ പറഞ്ഞ മൊഴിയും ഇതിനെ ചുമത്തിയ വകുപ്പുകളും ഒന്നും നിലനിൽക്കില്ല എന്ന് കാണുമ്പോഴാണല്ലോ രാഹുലിന് ജാമ്യം അനുവദിക്കാൻ കോടതിക്ക് സാധിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കേസ് ഇവിടെ അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? എന്ന് പറഞ്ഞാൽ ഈ കേസ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൗണ്ടർ ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തന്റെ ഭാഗം പറയുന്നുണ്ട്. അതിനുള്ള തെളിവുകളും ഹാജരാക്കുന്നുണ്ട്. ചുമ്മാതാങ്ങൾ പറയാല്ല. കാര്യങ്ങൾ വളരെ വ്യക്തമായി തെളിവുകളുടെ പിൻബലത്തോടു കൂടി തന്നെ സ്ഥാപിച്ചെടുത്ത് ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കുവാനുള്ള ശ്രമമാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നിങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്ന് പറഞ്ഞാല് ഈ പരാതി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. മുൻകൂർ ജാമ്യം നൽകി കഴിഞ്ഞാൽ ആ പരാതി പിന്നെ മുന്നോട്ട് പോകുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആ കേസ് ഒന്നുമല്ലാതെ അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. പിന്നെ ഈ കോടതി വലിയ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ നിങ്ങളുടെ വാർത്തകളാണെന്നേ. നിങ്ങൾ എന്തൊക്കെ വാർത്തകൾ കൊടുക്കുന്നു? ആദ്യം പറഞ്ഞു പാലക്കാടുണ്ടെന്ന്, പിന്നെ പറഞ്ഞു പാലക്കാട് നിന്ന് പോയെന്ന്, പിന്നെ പറഞ്ഞു തിരുവനന്തപുരത്ത് എത്തിയെന്ന്, പിന്നെ പറഞ്ഞു തിരുവനന്തപുരത്ത് എത്തുന്നില്ല എന്ന്, പിന്നെ പറഞ്ഞ് കാർ മാറി വേറെ കാറിലാ പോയതെന്ന്. അങ്ങനെ പലതും നിങ്ങൾ പറയുന്നു. അതിനിടയിൽ കോയമ്പത്തൂർ ഉണ്ടെന്ന് പറയുന്നു. ഇതൊന്നുമല്ല കാര്യം. കാര്യം മറ്റു പലതുമാണ്. നിങ്ങൾ ഊഹിക്കുന്നതിലും അപ്പുറത്താണ് ഈ കേസിന്റെ നിജസ്ഥിതി എന്നുള്ളത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതൊന്നും മനസ്സിലാക്കണം. കാരണം വാർത്താ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഇതിനിടയിൽ പറയുന്നുണ്ടായി രണ്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. രണ്ടും കൊടുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒന്ന് മാത്രം കൊടുക്കരുത്, രണ്ടു ഭാഗവും പറയണം. ഒരാളുടെ ഭാഗം മാത്രം പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ മാധ്യമ പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ ഒരു മാധ്യമ ധർമ്മമായിട്ടോ അതിനെ കാണാൻ കഴിയില്ല. രണ്ട് ഭാഗവും പറയണം എന്നുള്ളതാണ്. ആ രണ്ട് ഭാഗവും പറഞ്ഞാലേ ശരിയാവുള്ളൂ. കോടതി അങ്ങനെയാണല്ലോ. കോടതി അതിജീവിതരെ പറയാനുള്ളത് മാത്രമല്ല കേൾക്കുന്നത്.
രാഹുലിന് പറയാനുള്ളതും കോടതി കേൾക്കും. രാഹുൽ സമർപ്പിക്കുന്ന തെളിവുകളും കോടതി കാണും. ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് കോടതി ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോ നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം പിടിച്ചുകൊണ്ട് രാഹുലിന് ജാമ്യം ലഭിക്കില്ല എന്നൊക്കെ നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ നിങ്ങൾ ആരാണ് എന്ന് ഞങ്ങൾ ചോദിക്കേണ്ടി വരും. നിങ്ങളുടെ ഈ മാധ്യമ സ്ഥാപനങ്ങള് അത് കോടതിയോ അല്ലെങ്കിൽ നിങ്ങളാരും അവിടുത്തെ ജഡ്ജിയും പ്രോസിക്യൂഷൻ വക്കീലും ബാക്കിയുള്ളവരുമായി മാറില്ല എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ആ തിരിച്ചറിവുണ്ടാവണം. കാരണം ഈ ജനാധിപത്യ രാജ്യത്ത്, ഏതൊരു രാജ്യത്തും അങ്ങനെയാണല്ലോ, കോടതികളിൽ രണ്ട് ഭാഗവും കേൾക്കാതെ കോടതി ഈ ലോകത്ത് ഇന്ന് വരെ ഒരു വിധികളും അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കും കോടതി ഇന്ന് വരെ എത്തിയിട്ടില്ല. അങ്ങനത്തെ സ്ഥലത്ത്, അതും നമ്മുടെ രാജ്യത്ത്, ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്ത്, ഈ വാദിയെ കേൾക്കാതെ കോടതി കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പ്രതിയെ കേൾക്കാതെ, ഇരയെ കേൾക്കാതെ, രണ്ടു ഭാഗവും കേൾക്കാതെ കോടതി കാര്യങ്ങളിലേക്ക് ചെന്ന് കയറുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ മാത്രമായിട്ട് എന്തിനാണ് ഇത്തരത്തിൽ ഒരാളുടെ ഭാഗം മാത്രം ചേർന്ന് പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ അടിച്ചു വിടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. തീർച്ചയായിട്ടും ഇപ്പോ ഈ ഒരു നിങ്ങൾ ആദ്യം കണ്ട ക്ലിപ്പ് തന്നെ, ഇതിലെ കാര്യമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ റിപ്പോർട്ടർ അയാളുടെ ബുദ്ധിയിൽ എന്താണോ കാണുന്നത് അത് മാത്രമാണ്. അയാളുടെ ബുദ്ധിയിൽ കാണുന്നതും അയാൾ പറയുന്നില്ല. രാഹുലിന്റെ ഭാഗം അയാൾ ചിന്തിക്കുന്ന പോലുമില്ല. രാഹുലിന് പറയാനുള്ളത് കേൾക്കുക, അല്ലെങ്കിൽ രാഹുൽ ഇന്നതൊക്കെ പറയും എന്നുള്ളത് കാണാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല. അപ്പോ കോടതി എന്താണെങ്കിലും അങ്ങനെയല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. കോടതി രണ്ടു ഭാഗവും കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനങ്ങളിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ കേസ് ജാമ്യം ലഭിക്കുകയും ചെയ്യും, ഈ കേസ് ഇവിടെ തീരുകയും ചെയ്യും. കാരണം ഈ പറഞ്ഞ മൊഴികളൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ തന്നെ രാഹുലിന് കൗണ്ടർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ഇവിടെ തീരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.